നിങ്ങളോട് കരുണ കാണിക്കുന്നു. അവർ കരുണയ്ക്ക് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാ അവർ കരുണയ്ക്ക് വേണ്ടി ദാഹിക്കണേ? എപ്പോഴാണ് ഇയാൾ വരിക ക്ലാസ് എടുക്കാൻ പറഞ്ഞുകൊണ്ട്? ഓക്കെ, ഈ സങ്കീർത്തനങ്ങളെല്ലാം ഇപ്പോൾ പാടുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നത് കാണുന്നില്ലേ അല്ലേ? ഇപ്പം നോക്കുമ്പോൾ എല്ലാം കരുണയാണ്, എല്ലാം നീതിയാണ്, എല്ലാം സ്നേഹമാണ്. അപ്പോൾ ചിലർ പറയും, അപ്പോൾ പിന്നെ ആരെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ആർക്കും അങ്ങനെ എന്തും ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം. കർത്താവ് സ്നേഹമാണ്, കരുണയാണ്. ആ സ്നേഹവും കരുണയും നമ്മളിൽ ലയിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരാവുന്നു? നമ്മൾ കർത്താവിനെ പോലെ ആവുന്നു. നമ്മളും സ്നേഹമാകുന്നു. അതാണ് സ്നേഹം. നമ്മളൊരു പ്രാവശ്യം പറഞ്ഞു, നീ ആരെ സ്നേഹിക്കുന്നുവോ നീ ആ ആളായി മാറും. നീ യേശുവിനെ സ്നേഹിക്കുമ്പോൾ നീ ആരായി മാറും? യേശുവായി മാറും. അപ്പോൾ വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്തുവാണ്. നമ്മൾ ഇന്നലെയോ എപ്പോഴാണ് ആ ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 27-ാമത്തെ വചനം വായിച്ചല്ലോ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനം സ്വീകരിച്ചിരിക്കുന്നവൻ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇനി സ്നാനപ്പെടാത്തവരും വിശ്വാസത്തിലൂടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സന്ദേശവാഹകരായിരിക്കുന്നു. ക്രിസ്തു വന്നിരിക്കുന്നത് അവർക്ക് കൂടി വേണ്ടിയാണ്. ക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ക്രിസ്തു വന്നത് ആരുടെ പാപം ഏറ്റെടുക്കാനാണ്? മനുഷ്യ വംശത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവെ. മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപം യേശു ക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾ വിചാരിക്കുന്നത്, ഈ ഇച്ചിരി കുറച്ചിട്ട് ചില ആളുകൾ വിചാരിക്കുന്നത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെയാണ്, അല്ലെങ്കിൽ മറ്റു മതക്കാർ വിചാരിക്കുന്നത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ. ഓരോ മതത്തിനും അവരുടേതായ മതസ്ഥാപകരുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു മതം സ്ഥാപിക്കാനല്ല ഈശോ വന്നതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? മനുഷ്യ വംശം മുഴുവനും പാപത്തിൽ ഇത് ഓഫ് ചെയ്തോ. മനുഷ്യവംശം മുഴുവനും പാപത്തിൽ വീണു, അല്ലെങ്കിൽ പാപം അവരിലുണ്ടായി. ആ പാപത്തെ മുഴുവനും ഏറ്റെടുത്ത് മനുഷ്യവംശത്തെ മുഴുവനും നവീകരിക്കാനും പുനരുദ്ധരീകരിക്കാനും പുതിയ സൃഷ്ടിയാക്കി മാറ്റാനുമാണ്. ഈ പുതിയ സൃഷ്ടിയാവുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ കുമ്പസാരം കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ടത് കുമ്പസാരത്തെക്കുറിച്ചാണ്. കൂടുതലായിട്ട് നമുക്ക് ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്, എന്തിനാ കുമ്പസാരിക്കണേ? കുമ്പസാരം എന്നതൊരു കൂദാശയാണ്. ആദ്യം അത് മനസ്സിലാക്കണം. കൂദാശ നമ്മൾ നേരത്തെ കേട്ടല്ലോ. കൂദാശ എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ശക്തിയാണ്. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടപ്പോഴേക്കും ശക്തി അവനിൽ നിന്ന് ബഹിർഗമിച്ചു, നിർഗളിച്ചു, ശക്തി കൊണ്ട് നിറഞ്ഞു. അവൾ തൽക്ഷണം സൗഖ്യമായി. അപ്പോൾ ഈ സൗഖ്യമെല്ലാം അടയാളങ്ങളാണ്. അതാണ് വിശ്വാസികൾക്ക് അടയാളമുണ്ടാകും. അവർ രോഗികളെ സുഖപ്പെടുത്തും. ഈ രോഗശാന്തിയും എല്ലാ രോഗശാന്തികളും അടയാളങ്ങളാണ്. ആ രോഗശാന്തി നടത്തുക എന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തിയിലേക്ക് എരച്ച് ഒഴുകുന്ന ഒരു പ്രവാഹം ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയുള്ള ആ പ്രവാഹത്തിന് ഒരു ബാഹ്യ അടയാളം വരുമ്പോഴാണ് സൗഖ്യം കിട്ടുന്നത്.
ആ സൗഖ്യം കിട്ടിയപ്പോൾ ഈശോ ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ ഇവള് വന്നു പറഞ്ഞു, കർത്താവേ, 12 വർഷമായിട്ട് രക്തസ്രാവം കൊണ്ട് പീഡിതയായിരുന്ന ഞാൻ, ഒരുപാട് ഡോക്ടറെ അടുത്ത് പോയിട്ടും സൗഖ്യപ്പെടാതിരുന്ന ഞാൻ വിശ്വസിച്ചു, അങ്ങയെ ഒന്ന് തൊട്ടാൽ സൗഖ്യപ്പെടുമെന്ന് വിശ്വസിച്ചു. ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞേ? ഈശോ അവളോട് എന്താ പറഞ്ഞേ? നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി എന്നാണോ പറഞ്ഞത്? അല്ല, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈശോയിൽ നിന്നൊഴിയത് സൗഖ്യമാണോ രക്ഷയാണോ? രക്ഷ. ആ രക്ഷയുടെ അനുഭവത്തിൻ്റെ ഒരു ബാഹ്യ അടയാളം മാത്രമാണ് സൗഖ്യം. അവൾ ആഗ്രഹിച്ചത്, അവൾ വിശ്വസിച്ചതാണ്. അവൾ വിശ്വസിച്ചത്, ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. ഒന്ന് തൊട്ടാൽ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ശക്തി മുഴുവൻ അവളിലേക്ക് ഒഴുകുമെന്ന് അവൾ വിശ്വസിച്ചു. ഈ പുതിയ നിയമത്തിൽ ഈശോ മുഴുവനും പഠിപ്പിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. എന്നാൽ പഴയ നിയമത്തിൻ്റെ ഫരിസേയരും നിയമജ്ഞരും പഠിപ്പിക്കുന്നത് മുഴുവനും പ്രവൃത്തിയെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ട് ഇന്നത് ചെയ്യരുത്, 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 അരുത്, 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 ഇതാണ്. എന്നാൽ ഈശോ പഠിപ്പിക്കുന്നത് ചെയ്യുക, 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 ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം. അതെന്ത് കാഴ്ചപ്പാടിൽ ചെയ്യണം? വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചെയ്യണം. അപ്പോൾ വിശ്വസിച്ചാൽ മതിയോ? വിശ്വസിച്ചാൽ മതി. ഇത് പറയുമ്പോൾ ഞാൻ വിമർശിക്കണമാതിരി തോന്നുന്നുണ്ടാകാം, പക്ഷേ വിമർശിക്കല്ല. നമ്മൾ ഒരു പുതിയ അല്ലെങ്കിൽ യഥാർത്ഥ അല്ലെങ്കിൽ സത്യം അറിയാൻ പോവുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മത്തായിയുടെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 28-29 വചനങ്ങളിൽ ഒന്നെടുക്കാം. അവിടെ ഈ ഫരിസേയരും നിയമജ്ഞരും ഈശോയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ചുള്ള പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കണ്ടോ, യേശു മറുപടി ചെയ്യണം എന്നതാണ്. നമ്മളെല്ലാവരും പറഞ്ഞു, നീ അങ്ങനെ ചെയ്യ്, നീ നന്മ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നീ സ്വർഗത്തിൽ പോവും, അല്ലെങ്കിൽ നീ സ്വർഗത്തിൽ പോവില്ല, നീ നരകത്തിൽ പോവും. അയ്യോ, എന്നാ ഞാൻ ചെയ്യാട്ടോ. ഇപ്പം എന്തുകൊണ്ടാണ് ചെയ്യണേ? സ്നേഹം കൊണ്ടാണോ ചെയ്യണേ? പേടിച്ചിട്ടാ ചെയ്യണേ? അതല്ല നമ്മുടെ ഈശോ ആഗ്രഹിക്കുന്നത്, അതല്ല വിശ്വാസം. കണ്ടോ? അപ്പോൾ ഈ ഫരിസേയരും നിയമജ്ഞരും ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? എന്താണ്? 2 കാര്യമാണ് അത് ചെയ്യണതിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവഹിതം അനുസരിച്ചുള്ള അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യാം? 2 പ്രവൃത്തി തന്നെയാണ്, ഇല്ലേ? ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ. എല്ലാവരും നേരിട്ട് പറഞ്ഞേ, കരമുയർത്തി. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് പ്രവർത്തിക്കണം? എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞ ഉത്തരവൊന്ന് നോക്കി. യേശു മറുപടി പറഞ്ഞു. എല്ലാവരും ശബ്ദമുയർത്തി ഉച്ചത്തിലേറ്റ് പറഞ്ഞുകൊണ്ട് യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന്, എല്ലാവരും ശബ്ദമുയരട്ടെ, എല്ലാവരും, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മളെ പറ്റിച്ച മാതിരി തോന്നുന്നുണ്ടില്ലേ? ഇത് പ്രവൃത്തിയാണോ? ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട ഒരു വ്യത്യാസം. വിശ്വാസമുണ്ടെങ്കിൽ മാമലകൾ പോലും
ആഴക്കടൽ തന്നിൽ ആഴ്ന്നു പോകും. കണ്ടോ? അപ്പോൾ വിശ്വാസം ഒരു പ്രവൃത്തിയായിട്ട് ഈശോ ഇവിടെ പ്രസ്താവിക്കുകയാണ്. നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്താൽ മതി, ഒരേ ഒരു പ്രവൃത്തി ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ ഈ അയച്ചവൻ എന്നൊക്കെ ഉള്ളത് ഭയങ്കര വ്യാപ്തിയുള്ള വാക്കാണ്. അതാണ് അനോയിൻറ്റഡ് വൺ. അവിടുത്തെ അഭിഷിക്തൻ. അയച്ചവൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് അയച്ചവൻ. അവിടുന്ന് അയച്ചത് എന്തിനു വേണ്ടി അയച്ചവനാണ് അവൻ? ഈ ലോകം മുഴുവനെയും പുനഃസ്ഥാപിക്കുന്നതിന്, പുനർസൃഷ്ടിക്കുന്നതിന്, പുതിയതാക്കുന്നതിനും, അങ്ങനെ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കുന്നതിനും വേണ്ടി ഒറ്റ ആളിൽ വിശ്വസിച്ചാൽ മതി. ഒറ്റ ആളിൽ. പ്രൈസ് ദി ലോർഡ്. ഇനി മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവനിൽ വിശ്വസിക്കാതെ എന്തെല്ലാം പ്രവൃത്തി ചെയ്തതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മളെല്ലാം വിശ്വസിക്കുന്നില്ലേ? എന്നാൽ നമ്മൾ വിശ്വാസികളാണ്. എന്നാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഞാൻ എപ്പോഴും ഇങ്ങനെ ജോൺ പോൾ രണ്ടാമൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമൊന്നും ഇല്ലല്ലോ. കാരണം ഇത് എൻ്റെ 25 വർഷത്തെ അകത്ത് കിടക്കുന്ന സംഭവമാണത്. 25 വർഷമായിട്ട് ഈ ജോൺ പോൾ രണ്ടാമൻ്റെ പ്രബോധനങ്ങൾ വായിച്ച് പഠിച്ച് അങ്ങനെയാണ് ഞാൻ ആ പത്രം ഇറക്കിയത്. ഏത് പത്രം? അപ്പസ്തോലിക പ്രബോധനം എന്ന് പറഞ്ഞ ഒരു പത്രം, ഒരു മാഗസീൻ ഇറക്കി. കാരണം ഈ പരിശുദ്ധ പിതാവ് നൽകുന്ന പ്രബോധനം എല്ലാ വിശ്വാസികളിലും എത്തേണ്ടതാണ്. എന്നാൽ ഒരു കാലത്ത് ആർക്കും ഇത് കിട്ടിയിരുന്നില്ല. അച്ഛന്മാരും സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ തന്നെ അതൊരു റെഫറൻസിന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാനായിട്ട് അതിങ്ങനെ ബിബ്ലിയോടെക്കിൽ, ലൈബ്രറിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ ഈ പുസ്തകമൊക്കെ എടുത്ത് പറയുമ്പോൾ അവർ പറയും, എൻ്റെ തോമസ് പോൾ, ഞങ്ങൾക്കൊന്ന് ഉറക്കം വരാൻ വേണ്ടി വായിച്ചിരുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഉറക്കം വരാണ്ടാകുമ്പോൾ ഡോമിനം വിഫിക്കാന്തെടുത്ത് വായിക്കും, ഉടനെ ഉറക്കം വരും. ഇപ്പം നീ ഇതും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇതൊന്ന് തുറന്ന് വായിച്ചാൽ പിന്നെ ഉറക്കം വരികയില്ല. പിന്നെ കത്താൻ തുടങ്ങും, അകത്തിങ്ങനെ ശരിക്കും കത്തും. അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് കത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പുസ്തകം കൊണ്ടുവന്നേക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് തരാനായിട്ട്. ഉറക്കം വരുമ്പോൾ വായിക്കാനല്ല. ഓക്കെ. അപ്പോൾ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു ടീച്ചിങ്ങിൽ പറയുന്ന ഇതാണ്. അപ്പോൾ അത് യൂറോപ്യൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എക്ലീസിയ യൂറോപ്പ എന്ന ഒരു അപ്പസ്തോലിക പ്രബോധനമാണ്. അത് ഓരോ കോണ്ടിനെൻറ്റിലെയും ഒരു സിനഡ് കൂടിയിട്ട് ഇറക്കിയ. ഇവിടെ എക്ലീസിയ ആസിയ എന്ന് പറഞ്ഞൊരെണ്ണം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുകയാണ്, യൂറോപ്പിൽ ഭൂരിഭാഗം, അതായത് 90% പേരും ക്രിസ്ത്യാനികളാണ്, മാമോദീസ സ്വീകരിച്ചവരാണ്. ഭാരതത്തിൽ 2-3% മാമോദീസ സ്വീകരിച്ചവരുള്ളൂ എങ്കിൽ യൂറോപ്പിൽ 90% പേരും. എന്നിട്ട് പറയാണ്, പക്ഷേ അവരിൽ ഭൂരിഭാഗം പേരും ക്രിസ്തുവിനെ അറിയുന്നില്ല. വിശ്വാസം മാമോദീസ സ്വീകരിച്ചവരാണെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്നില്ല. എന്നിട്ട് പറയാണ്, ബിക്കോസ് ദേ ഡു നോട്ട് നോ ദ കണ്ടന്റ് ഓഫ് ദ ഫെയ്ത്ത്. ഇതാണ് വാക്കുപയോഗിച്ചത്. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം അവർ അറിയുന്നില്ല. ഇതാണ് എന്നെ വളരെയധികം പഠിപ്പിച്ച ഒരാശയം. അന്ന് എനിക്കും ഇത്രയും വലിയ ഉള്ളടക്കമൊന്നും അറിയില്ലായിരുന്നു. ഇന്നും അറിയില്ല എന്ന് തന്നെ പറയാം. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ വിശ്വാസികൾ ആണെങ്കിലും വിശ്വാസം എന്നത്
ലെ യോഹന്നാൻ ക്രൂസ് പറഞ്ഞ പോലെ കർമ്മല മല 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 കയറ്റമാണ്. മല കയറണം. ആ മല കയറ്റത്തിൽ നിങ്ങൾ എവിടം വരെ ആയി? ഇതൊരു ജീവിതകാലം മുഴുവൻ്റെയും ഒരു കയറ്റമാണ്. കയറുന്നതനുസരിച്ച് കിതയ്ക്കാൻ തുടങ്ങും. എന്നാലും മുകളിലോട്ട് നോക്കുമ്പോൾ ഇനി അത്രയും ദൂരമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു കൊണ്ടൊരു സന്തോഷമാവും. താഴോട്ട് നോക്കുമ്പോൾ ഇത്രയും കയറിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴും ഒരു സന്തോഷമാവും. പക്ഷേ ഇതൊരു കയറ്റമാണ്. ആ കയറ്റത്തിൽ നമ്മൾ എവിടെയാണിപ്പോൾ? അപ്പോൾ നമ്മൾക്ക് പണ്ടെല്ലാം വിചാരം ഉണ്ടായിരുന്നു, എനിക്കൊക്കെ എല്ലാം അറിയാം, ഞാൻ വലിയ വിശ്വാസിയാണെന്നൊക്കെ വിചാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ആത്മശോധന ചെയ്യൂ. ഇതാണ് കുമ്പസാരിക്കേണ്ട കാര്യം. ആദ്യം നിങ്ങൾ വിവരിക്കേണ്ട പാപം നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്. ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലം നമ്മൾ കുറച്ചു മുമ്പ് കേട്ടു. ഈശോ പറഞ്ഞു, അവൻ വന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. എന്നിട്ട് എന്താ പറഞ്ഞേ? എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പോൾ പാപം എന്നത് എന്താണെന്ന് തന്നെ ഉത്ഭവപാപം മുതലുള്ള ആ പാപത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ അറിയണം. എങ്ങനെ പാപമുണ്ടായി, പാപമുണ്ടാകാൻ എന്തുകൊണ്ട് കാരണമായി, ആ പാപമുണ്ടായെങ്കിൽ അതിനെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്തു, അതിനെങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടായി, ഇതെല്ലാം അറിയുന്നില്ലെങ്കിൽ ആ പാപം ഏറ്റെടുക്കാൻ വന്ന യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞു. ആ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോഴും അത് പൂർണ്ണമായിട്ട് അറിയുന്നില്ലെങ്കിൽ അവിടെയാണ് പശ്ചാത്താപത്തിൻ്റെ ഒരാവശ്യം. എനിക്ക് ഒരിടയ്ക്ക്, അതായത് ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാസറ്റ് കേട്ടെന്ന് പറഞ്ഞു. ഈ ആൻറ്റിയാണ് എനിക്ക് ആ കാസറ്റ് തന്നതെന്നും പറഞ്ഞു. കണ്ടോ, എന്തോ ഒരു വലിയ നിമിത്തമാണെന്ന് നോക്കി. 25 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ആ കാസറ്റ് ഇങ്ങനെ കേട്ടുകൊണ്ട്, അപ്പോൾ മസ്കറ്റിൽ നടന്ന ഒരു ധ്യാനത്തിൻ്റെ കാസറ്റാണ്. ആൻറ്റിയുടെ മകൻ മസ്കറ്റിൽ ജോലി ചെയ്യണം, ഇപ്പോഴും മസ്കറ്റിൽ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ അവിടെ നടന്ന ഒരു ഇംഗ്ലീഷ് കരിസ്മാറ്റിക് റിട്രീറ്റ്, റൂഫസ് അച്ഛനും ജെയിംസ് ഡിസൂസ എല്ലാം ചെയ്ത 16 ദിവസം നീണ്ടു നിന്നൊരു ധ്യാനമായിരുന്നു അത്. ഈവനിങ് 2 മണിക്കൂർ ഈവനിങ് വെച്ചുകൊണ്ട്. അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ ദൈവമേ, എന്തെല്ലാം കാര്യങ്ങളാണ്! ഇതിപ്പം നിങ്ങൾക്കും തോന്നുന്നില്ലേ? കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് അറിഞ്ഞു. അപ്പോൾ അതിൽ എനിക്കുണ്ടായ പശ്ചാത്താപം, എൻ്റെ ഉള്ളിൽ ദൈവം വസിച്ചിട്ടും ഇക്കാലം അത്രയും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു എനിക്കുണ്ടായ പശ്ചാത്താപം. എൻ്റെ പാപത്തെക്കുറിച്ചല്ല. അപ്പോൾ ഈശോയുടെ കരുണയുടെ പടം എവിടെ? ഈ കരുണയുടെ പടമൊക്കെ വെച്ച് നമ്മൾ കരുണ എന്നെല്ലാം പറയണ്ട. അതിന് താഴെ എഴുതിയിരിക്കുന്നത് എന്താ? ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. അപ്പോൾ ഈ കരുണയുടെ ആ സെക്രട്ടറി, കരുണയുടെ സെക്രട്ടറി ആരാ? സിസ്റ്റർ ഫൊസ്റ്റീനയ്ക്ക്, അല്ലെങ്കിൽ സെയിൻറ്റ് ഫൊസ്റ്റീനയ്ക്ക് ഈശോ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈശോ ഇങ്ങനെ പറയാണ്, ഒരടുത്ത കൂട്ടുകാരൻ പറയണ പോലെ. എന്നിട്ട് ഒരുപാട് സ്ഥലത്ത് ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്: എന്നിൽ ആശ്രയിക്കുക. യു ട്രസ്റ്റ് ഇൻ മീ. അതാണ് ഏറ്റവും പ്രധാന സന്ദേശം. എന്നിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഒരാളിൽ ആശ്രയിക്കാമെന്ന്? നിൻ്റെ സകല പാപവും ഏറ്റെടുക്കുന്ന എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. സിസ്റ്റർ ഫൊസ്റ്റീനയ്ക്കും, അല്ലെങ്കിൽ സെയിൻറ്റ് ഫൊസ്റ്റീനയ്ക്കും സെയിൻറ്റ് തെരേസയ്ക്കും എല്ലാം പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പാരലായിട്ടുള്ള ഒന്നിതാണ്: നിൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. കർത്താവ് പറയാണ് അവരോട്, നിൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല, കാരണം ഞാനത് ഏറ്റെടുത്ത് കഴിഞ്ഞതാ. പക്ഷെ നീ എന്നിൽ ആശ്രയിക്കാതിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു. ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങേണ്ട സമയമാണ്.
ആ സമയത്താണ് ഇങ്ങനത്തെ ക്ലാസ്. അപ്പോൾ കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഈ ക്ലാസ് അവരുടെ അകത്തേക്ക് ഇന്ന് എത്തിച്ചേക്കണേ, അവർ ഉറങ്ങുമ്പോൾ തന്നെ. പ്രൈസ് ദ ലോർഡ്. ഒന്ന് കൈവീശി കാണിച്ചേ. ജയ് ബോലോ ജയ് ബോലോ എന്ന് പാട്. ജയ് ബോലോ ജയ് ബോലോ യേശു മസീഹാ കി ജയ് ബോലോ ജയ് ബോ. ഈ വർഷം മെയ് മാസം 28-ാം തീയതി മുതൽ ഡിവൈനിൽ ഹിന്ദി കൺവെൻഷൻ ഉണ്ട്. ആ ഹിന്ദി കൺവെൻഷനിൽ നിങ്ങളൊന്ന് വായോ. എന്നിട്ട് ഞാൻ ഹിന്ദിയിൽ പ്രഭാഷണം നടത്തുന്നത് കേക്ക്. പ്രൈസ് ദ ലോർഡ്. ഹിന്ദിയിൽ പാട്ട് പാടുന്നത് കേക്ക്. കംപ്ലീറ്റ് ഈ മലയാളം പറയണ മാതിരി തന്നെ ഞാൻ ഹിന്ദിയും പറയും, അതുപോലെ തന്നെ ഇംഗ്ലീഷും പറയും. കണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നോക്ക്. ഒരിക്കൽ ബോംബെയിൽ വെച്ച് മാത്യു അച്ഛൻ, അന്ന് ഞാൻ മാത്യു അച്ഛന് ട്രാൻസ്ലേറ്ററായിരുന്നു. അച്ഛൻ മലയാളത്തിൽ പറയും, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിൽ പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും, വേറൊരാൾ ഹിന്ദിയിൽ. 3 പേര് നിന്നിട്ടാണ് കൺവെൻഷൻ നടക്കാൻ. ആ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയാണ്, തോമസ് പോൾ ഒരു ചെറിയ ക്ലാസ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ട്രാൻസ്ലേഷൻ ആര് ചെയ്യും? അത് താൻ തന്നെ അങ്ങ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് പറയുക ഇംഗ്ലീഷിൽ, എന്നിട്ട് അത് തന്നെ നീ തന്നെ മലയാളത്തിൽ പറയുക, നീ തന്നെ ഹിന്ദിയിലും പറയുക. പ്രൈസ് ദ ലോർഡ്. നീ ഉണ്ടായിരുന്നോ അതൊക്കെ? ഇല്ലില്ല. അപ്പോൾ ആ കൺവെൻഷൻ, എൻ്റെ ദൈവമേ, ഒരു വലിയ ജനം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പറഞ്ഞതല്ലേ. ഞാൻ അങ്ങ് നിന്നു വായ തുറന്ന വഴി വചനം ഇങ്ങ് വരാൻ തുടങ്ങി. ആദ്യം നിങ്ങൾ അവിടുത്തെ ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ്സ് റൈറ്റിയസ്നെസ് റെസ്റ്റ് ഓൾ തിങ്സ് വിൽ ബി ആഡഡ് അൺടു യു. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. പഹലെ തും സ്വർഗ് കാ രാജ്യ और वहां का धार्मिकता का गोज में लगे रहो, तब सब कुछ जोड़ा जाएगा. Behold, I stand at your door and knock. Whoever listen to my voice and open the door, I will come inside him. देखो मैं तुम्हारा द्वार का सामने खड़ा होकर खटखटाता हूँ. जो मेरी वाणी सुनेगा और द्वार खुलेगा, मैं उसका अंदर आऊंगा. ഇതാ ഞാൻ കവാടത്തിൽ മുട്ടുന്നു, എൻ്റെ മുട്ടുകെട്ട് കതക് തുറക്കുന്നവൻ്റെ അടുത്തേക്ക് ഞാൻ കടന്നു വരും. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ 1 മണിക്കൂർ സമയം. അപ്പോൾ അവിടെ നല്ല തടിയുള്ള ഒരു സിസ്റ്റർ സ്റ്റേജിലുണ്ടായിരുന്നു കേട്ടോ. അവർ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് അവർ പറയാണ്, തോമസ് പുള്ളി എന്തോരു ശക്തിയായിരുന്നു, എന്നെ അവിടെ നിന്ന് ആരോ വലിച്ചെറിയണമാതിരി എനിക്ക് തോന്നി. അപ്പോൾ പ്രത്യേകിച്ച് പല ഭാഷകളിൽ നമ്മളിങ്ങനെ പാടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പന്തക്കോസ്തായുടെ അനുഭവമാണ്. പല ഭാഷക്കാർ. എന്തുകൊണ്ടാണ് പല ഭാഷ ഉണ്ടായത്? ബാബേൽ ഗോപുരകാലത്ത് അവർ ഭിന്നിപ്പിച്ചതിനെ റീക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് അവരെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിടയ്ക്ക് മറ്റ് ഭാഷകൾ സംസാരിക്കുകയും മറ്റ് ഭാഷകളിൽ ബൈബിൾ പഠിക്കുകയും മറ്റ് ഭാഷകൾ കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. हिंदी हमारा मातृभाषा है, इसलिए आप हिंदी सीखना चाहिए. समझ में आया? जय बोलो എല്ലാവരും യേശു മസീഹാ കി ജയ് ബോലോ ഒന്ന്. അപ്പോൾ ഞാനിതിങ്ങനെ പാടുന്നത് യൂട്യൂബിലൊക്കെ കേൾക്കുമ്പോഴേ, ഇപ്പോൾ വീട്ടിൽ യൂട്യൂബിൽ ആരെങ്കിലും ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഞാനൊരിക്കൽ റോമിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കൊച്ച് ഇങ്ങനെ കാണിക്കണം. അപ്പോൾ എനിക്ക് ഉടനെ മനസ്സിലായി, എടാ ഇത് നമ്മുടെ ജയ് ബോലോ ആണല്ലോ. അവനധികം പറയാനെന്ന് പറഞ്ഞൂടാ, അവൻ എന്നെ കണ്ട വഴി തന്നെ ഇങ്ങനെ കാണിക്കാൻ. അപ്പോൾ അവരെല്ലാം ചിരിച്ച്, എനിക്ക് മനസ്സിലായി അവൻ എന്താ പറയണെന്നുള്ളത്. ജയ് ബോലോ യേശു മസീഹാ കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളുടെ കുമ്പസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആദ്യം നമ്മുടെ വിശ്വാസം എവിടെയാണ് അത് ഏറ്റുപറയാം.
നമ്മുടെ വിശ്വാസത്തിൽ പൂർണ്ണത ഉണ്ടായിട്ടില്ല. കർത്താവ്, ഇത്രയും നാൾ ഞാനൊരു വിശ്വാസി ആയിരുന്നുവെങ്കിലും ഇന്നിന്ന കാര്യങ്ങൾ എനിക്ക് അറിവില്ലായിരുന്നു, ഇന്നിന്ന കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഇനി അടുത്തതാണ് കുമ്പസാരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം നിങ്ങൾ പറയാനുള്ളത്. നമ്മൾ ആരാ? ഒരു ക്രിസ്ത്യാനിയാണോ, അതോ ഒരു യഹൂദനാണോ, അതോ ഒരു ഫരിസേയനാണോ, അതോ ഒരു ഫരിസേയ ക്രിസ്ത്യാനിയാണോ? തലയാട്ടൻ. ഇത് വലിയൊരു കാര്യമാണ്. ഈശോ പുതിയ നിയമത്തിൽ മലയിലെ പ്രസംഗത്തിലാണ് ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും കുറേ പറഞ്ഞത്. അതിൽ ആ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കുമ്പസാരം കഴിഞ്ഞിട്ടേ ഇനി കിടക്കാൻ പോകണുള്ളൂ, എങ്കിലേ അത് ശരിക്കും അകത്തേക്ക് വരുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ കുമ്പസാരത്തിന് ആവശ്യമായ കാര്യം 7-ാം അധ്യായമാണ്. ഒന്നെടുത്ത് വായിക്കാം. 7-ാം അധ്യായം എല്ലാവരും ഒന്നെടുത്ത് വായിക്കും, ഉറക്കവും പോവും. 7-ാം അധ്യായം ഏത്? മത്തായി 7-ാം അധ്യായം വായിക്കാം. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. ഒന്നെല്ലാവരും ശബ്ദം ഉയർത്തി വായിച്ചേ. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. തുടർന്ന് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഇത് വേറെ പല കാര്യത്തിനായിട്ട് നമ്മളിത് പാടിയിട്ടുള്ളത് ഇല്ലേ? പക്ഷേ എന്ത് കാര്യത്തിലാണ് ഇത് പറയുന്നത്? നമ്മുടെ ശുദ്ധീകരണം, അല്ലെങ്കിൽ നമ്മളിലുള്ള മറ്റുള്ളവരെ കുറ്റം പറയുകയോ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുകയോ മറ്റുള്ളവരെ വിധിക്കുകയോ ചെയ്യുന്ന കാര്യമാണ്. അടുത്ത വചനം പറയണത് എന്താ? നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇതാണ് പ്രധാനമായിട്ട് കുമ്പസാരത്തിന് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കണ്ടുപിടിക്കാൻ നമ്മൾ വളരെയധികം ഉത്സുകരാണ്. അതാണ് നമ്മളിലുള്ള പ്രധാന ഫരിസേയ സ്വഭാവം. അപ്പോൾ ഈശോ ഇതെല്ലാം പറയുന്നത് അധികവും ഫരിസേയരോടാണ് പറയുന്നത്. ഒന്ന് കൈവീശി കാണിച്ച്. ഓക്കെ. ഇവിടെ അതിന് ശേഷം പറയുന്നുണ്ട്, 7:12 പറയുന്നതാണ് ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞത്. എല്ലാവരും ഒന്ന് വായിച്ചേ. സുവർണ നിയമം എന്നാ പറയണത്. ഗോൾഡൻ റൂൾ 7:12 മത്തായി. എല്ലാവരും ശബ്ദം ഉയർത്തിയേറ്റ് പറഞ്ഞ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. പ്രൈസ് ദി ലോർഡ്. ഈ ഒറ്റ വചനത്തിൽ നമ്മൾ നിന്നാൽ മതി. നിയമം പൂർത്തിയാവും, പ്രവാചകരും പൂർത്തിയാവും. എന്താ ഒന്നുകൂടി വായിച്ചത്? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഉദാഹരണത്തിന്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ശിക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളോട് ക്ഷമിക്കണമെന്നല്ലേ ആഗ്രഹിക്കണേ? അല്ലേ? അത് നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുവിൻ. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യും. പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് അമേരിക്കയെ സന്ദർശിച്ചപ്പോൾ അമേരിക്കയുടെ ജോയിൻറ്റ് കോൺഗ്രസ്സിലെ എല്ലാ സെനറ്റേഴ്സും അമേരിക്കയിലെ ഏറ്റവും വലിയ ഡിഗ്നിറ്ററീസ് അടങ്ങുന്ന ആ അമേരിക്കൻ
ജോയിൻറ്റ് കോൺഗ്രസ്സിൽ ആദ്യമായിട്ടാണ് ഒരു പോപ്പ് സംസാരിക്കുന്നത് ചരിത്രത്തിൽ. ആ പ്രഭാഷണത്തിൽ ഗോൾഡൻ റൂളിനെ കുറിച്ച് പിതാവ് പറഞ്ഞു. വളരെ ചെറിയ സ്വരത്തിൽ, ഈ ഞാനൊക്കെ പറയണ മാതിരി ഒച്ചയമ്പകളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും അല്ല പിതാവ് പറഞ്ഞു. വളരെ സോഫ്റ്റായിട്ട്, യു മസ്റ്റ് നോ ദ ഗോൾഡൻ റൂൾ. വാട്ട് യു ഡു, വാട്ട് യു ലൈക്ക് അതേഴ്സ് ടു ഡു ഫോർ യു, യു മസ്റ്റ് ഡു ഫോർ ദം. എന്തോര് കയ്യടിയും! ഈ ഈ സെനറ്റേഴ്സ് എല്ലാം എഴുന്നേറ്റ് നിന്നൊരു സ്റ്റാൻഡിങ് ഒവേഷൻ. കുറേ സമയം കയ്യടി നിലക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലോസപ്പിൽ കാണാം ചില സെനറ്റർമാരുടെയൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത്. കാരണം ഈ പറഞ്ഞത് ഈ സുവിശേഷത്തിൻ്റെ മുഴുവൻ അരച്ച് കലക്കി കുടിച്ച അന്തസത്തയാണ് ഈ പറയണത് മുഴുവൻ. ഒന്നെല്ലാവരും ഒന്നുകൂടി പറഞ്ഞത്, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഞാൻ ഈ വചനം 10-20 വർഷം മുമ്പ് ഇതെന്നെ സ്പർശിച്ചപ്പോൾ ഞാൻ ആലോചിച്ച്, എന്താണ് ഒട്ടനെ എന്തെങ്കിലും ചെയ്യണം ഇതനുസരിച്ച്. അപ്പോൾ ഒരു സന്ധ്യാസമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു വളരെ കർശനമായ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഭാര്യ രാവിലെ ഞാൻ എണീക്കുന്നതിന് മുമ്പ് എണീറ്റ് ചായ ഉണ്ടാക്കി ബെഡ് കോഫി എന്ന് പറയുന്ന മാതിരി ബെഡിൽ കൊണ്ടുവന്ന് തന്നുമ്പോഴേ ഞാൻ എണീക്കുള്ളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. ഷീ ഈസ് ഡൂയിങ് ഇറ്റ് വെരി ഗുഡ്. എന്നും അങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ ആലോചിച്ചു, വലിയ കാര്യമൊന്നും അല്ലെങ്കിലും ഈ വചനം പൂർത്തിയാക്കാൻ വേണ്ടി നാളെ രാവിലെ ഭാര്യ എണീക്കണേക്ക് മുമ്പ് ഞാൻ എണീറ്റ് ഒരു ചായ ഉണ്ടാക്കി അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഭയങ്കര സന്തോഷമാകാൻ തുടങ്ങി. ചായയുടെ കാര്യത്തിലല്ല സന്തോഷം എന്താണ്? ഈ വചനം എന്നിൽ പൂർത്തിയാകാൻ പോവുകയാണ്. എടാ, ഇത്ര എളുപ്പം ഈ വചനം പൂർത്തിയാവും? നമ്മൾ വലിയ എന്തോ കാര്യം ചെയ്യേണ്ട കാര്യം ഒന്നുമല്ല. ചെറിയൊരു കാര്യം ചെയ്താലും ഈ വചനം പൂർത്തിയാവും. ഞാൻ പറഞ്ഞൊന്നുമില്ല, പറയാണ്ട് നേരത്തെ ഞാൻ അലാറമൊക്കെ വെച്ച് കിടന്നുറങ്ങി. ആൾ എണീക്കണേക്കുമ്പോൾ ഞാൻ എണീറ്റ് പതുക്കൻ അറിയാണ്ട് കിടക്കിയെന്ന് പുറത്തേക്ക് വന്ന് അടുക്കളയിൽ ചെന്ന് ചായ ഉണ്ടാക്കി കൊടുക്കാൻ. എൻ്റെ ദൈവമേ, പണിയായി. നോക്കിയപ്പോൾ തലേ ദിവസത്തെ പാത്രം ഒന്നും കഴുകിയിട്ടില്ല, അതൊക്കെ അവിടെ കിടക്കാൻ. ഇപ്പം അത് കഴുകാണ്ട് ചായ ഉണ്ടാക്കാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഒരു ചായ ഉണ്ടാക്കി കപ്പിലും സോസറിലും കൊണ്ടുവന്ന് ഭാര്യയുടെ അടുത്ത് വന്നിട്ട്, ഹലോ എണീക്കൂ, ഇതാ ചായ. ഭാര്യ ഇത് കണ്ടിട്ട്, ഇതെന്ത് പറ്റിയത്? ആൾക്ക് വിശ്വസിക്കാനും പറ്റില്ല. മാത്രമല്ല, എന്താണ് ഇതിങ്ങനെ? ഇത് വല്ല ഒരു സംശയം, ഇതെന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഇതാണ് ഗോൾഡൻ റൂൾ. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുവോ അത് അയാൾക്ക് ചെയ്തു കൊടുക്കുക. ഒരു ഭയങ്കര നിർവൃതി, ഒരു സന്തോഷം. പക്ഷേ ഇതിങ്ങനെ നമുക്ക് ഏറ്റവും ചെറിയ തോതിൽ തുടങ്ങുക. അത് കഴിഞ്ഞ് നമ്മളെ ഈ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. ഇതാണ് പുതിയ നിയമത്തിലെ പ്രധാന ഒരു തത്വം. അതിനാണ് ഗോൾഡൻ റൂൾ എന്നാണ് ഇതിന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞേ, മറ്റുള്ളവർ
നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് അവർക്ക് ചെയ്തു കൊടുക്കുക. ഇത് കർത്താവ് ഈശോ മിശിഹ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു പ്രവാചകനും ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളും പ്രവചനങ്ങളും എല്ലാം ഇതിൽ പൂർത്തിയാകുമെന്നാണ് ഈശോ പറയുന്നത്. എല്ലാ നിയമവും ഇതിൽ പൂർത്തിയാകും. നമുക്കതിനെക്കുറിച്ച് ഒന്ന് കർത്താവിനെ സ്തുതിക്കുകയും ഒരു തീരുമാനം അങ്ങനെ എടുക്കുക. അതിനുവേണ്ടി അതിനെപ്രതി അത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മോശ 10 കൽപ്പന തന്നിട്ടുള്ളൂവെങ്കിൽ യേശു അതിനേക്കാൾ ഒരുപാട് കാര്യം കൽപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. സ്നേഹത്തിലാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക. ഇതൊരു കൽപ്പന തന്നെയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ സുഖമായിട്ട് കരിമീൻ പൊരിച്ചതും ചക്കയും മാങ്ങയും ഇച്ചിരി കള്ളും ഒക്കെ കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. നസ്രാണി ഞായറാഴ്ച കുർബാനയും കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. ഇങ്ങനെ ആയിരുന്നില്ലേ നമ്മളൊക്കെ? ഇപ്പോൾ കുറച്ചൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മളെന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം. ഞാനൊരിക്കൽ ഇങ്ങനെ വിചാരിച്ചു, ഞാനൊക്കെ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം. ആദ്യമൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു. ജോലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റണില്ല. അപ്പം ഞാൻ അഭിമാനിച്ചു, ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ബാക്കിയുള്ളവന്മാർ അതുപോലുമില്ല. അങ്ങനെ ഇരിക്കെ എന്നോട് ഈശോ പറയണേ, ഒരു ദിവസത്തിന് 1 മണിക്കൂറിന് 60 മിനിറ്റ്. ഒരു ദിവസത്തിന് എത്ര മിനിറ്റ് ഉണ്ട്? 60 × 24 എത്രയാ? 1440. കൈവീശി കാണിച്ച എല്ലാവരും ഒന്ന് പറഞ്ഞു തന്നിട്ട് 1440 മിനിറ്റ്. അങ്ങനെ ഒരാഴ്ചയ്ക്ക് എത്ര മിനിറ്റ് ഉണ്ട്? 1440 × 7 1080 മിനിറ്റ്. ഇതെന്നെ കൊണ്ട് കണക്ക് കൂട്ടിച്ചു. എന്നിട്ട് പറയാണ്, ഈ ഒരാഴ്ചത്തെ 1080 മിനിറ്റിൽ 80 മിനിറ്റ് നീ ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ഇതല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? ബാക്കി 10,000 മിനിറ്റ് നീ എന്ത് ചെയ്തു എനിക്ക് വേണ്ടി പറയും? ഒരു വലിയ ഷോക്കടിച്ച പോലെയായിരിക്കും. ഞാൻ വലിയ കാര്യത്തിന് പറയുകയാണ്, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടത്. ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ 1080 മിനിറ്റിൽ 80 മിനിറ്റ്, 10,000 മിനിറ്റ് നിനക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ നിൻ്റെ സമയം ചിലവഴിച്ച് 80 മിനിറ്റ് നീ എനിക്ക് വേണ്ടി തന്നു. എനിക്ക് ഭയങ്കര പശ്ചാത്താപം വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആ നിന്ന നിലയിൽ മുട്ടുകുത്തി. കർത്താവേ, മുട്ടുകുത്തി എന്ന് മാത്രമല്ല, സാഷ്ടാംഗം വീണിട്ട് പറഞ്ഞു, എൻ്റെ 1080 മിനിറ്റും ഞാൻ അങ്ങേക്ക് തരുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവ് ഒട്ടും വൈകില്ല, ഉടനെ അങ്ങ് എടുത്തു. കണ്ടോ? അതാണ് എൻ്റെ ജോലിയും വിട്ടു, സകലതും വിട്ടു, ഫുൾ ടൈം 1080 മിനിറ്റും ഇപ്പോൾ ഞാൻ കർത്താവിന് ചെയ്യണേ. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാ? ദൈവത്തിന് വേണ്ടിയാ. ഒന്ന് പറഞ്ഞെല്ലാവരും, ദൈവം എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാ. ഈ ആശയം ഇപ്പോൾ ആളോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നു മാത്രമല്ല, അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തിന് ദൈവം? ഞാൻ പലരോടും, വളരെ വിദ്യാസമ്പന്നരായ പലരോടും ഞാൻ ചോദിക്കും ചില ചോദ്യങ്ങൾ. നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട, എന്നാലും 1-2 ചെറിയ ചോദ്യം ഒന്ന് ചോദിക്കുകയാണ്. ദൈവം എന്തിന് നിന്നെ സൃഷ്ടിച്ചു? ഒരാളും ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയും, ദൈവം നിന്നെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. പിന്നെ എനിക്ക് ഫ്രീ വില്ലുണ്ട്, എൻ്റെ ഫ്രീ വില്ല് അനുസരിച്ച് എനിക്ക് എന്ത് വേണം ചെയ്തൂടെ? കുറച്ച് നാൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എവിടെയാണ് നിൽക്കണമെന്ന്. ദൈവം നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഇതിൽ നിങ്ങൾ കുമ്പസാരത്തിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് പറഞ്ഞ് കുമ്പസാരിക്കുക. കുമ്പസാരിച്ച് കഴിയുമ്പോൾ
ഭയങ്കര ഒരു പുതിയ പാത തുറക്കും. അതാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? 7-ാം അധ്യായത്തിൽ 1-ാമത്തെ പോയിൻ്റ് മറ്റുള്ളവരെ വിധിക്കണ കാര്യം. ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം മറ്റുള്ളവരെ വിധിക്കും? ഓക്കെ, ഇനി ഇത് ഞാൻ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, ഞാൻ ഡയറക്റ്റ് നിങ്ങളെ സഹായിക്കുകയാണ് കുമ്പസാരിക്കാൻ ഉള്ള പുതിയ പോയിൻ്റുകൾ. നമ്മൾ സാധാരണ കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ, ഒരു ലിസ്റ്റ് നമ്മൾക്ക് എപ്പോഴും പറയാറുണ്ട്. അത് നിങ്ങൾ വേണ്ട മാതിരി പറഞ്ഞു. അതിൻ്റെ കൂടെ പ്രധാനമായിട്ട് പശ്ചാത്തപിച്ച് കുമ്പസാരിക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾക്ക് ചെയ്യാൻ പോണത് മുഴുവൻ ഇതാണ്. നമ്മളിൽ അതിനെ ഞാൻ വേറെ രൂപത്തിൽ അവതരിപ്പിക്കാം. ഇപ്പോൾ സുവിശേഷത്തിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്ന ഒരാശയം ഇങ്ങനെയാണ്: അവൻ അവരോട് വചനം പ്രഘോഷിക്കാൻ അവിടെ ഇരുന്നു. അപ്പോൾ അനേകം പാപികളും ചുങ്കക്കാരും അവൻ്റെ അടുത്ത് വന്നു. ഫരിസേയരും നിയമജ്ഞരും ഇത് കണ്ട് പിറുപിറുത്തു കൊണ്ടിരുന്നു. ഇത് ഒരുപാട് സ്ഥലത്തുണ്ട്. ദൈവമേ, ഇത് ഞാൻ എന്തോരം വായിച്ചേക്കണതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു 3 വർഷം മുമ്പ് എനിക്കിതിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു രഹസ്യം മനസ്സിലായി. എല്ലാവരും ഒന്ന് കൈവച്ച് കാണിച്ചേ. പ്രൈസ് ദ ലോർഡ്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം ഒരു ട്രയാങ്കുലർ സിറ്റുവേഷനാണ്. ട്രയാങ്കിളിൻ്റെ ബേസ് ഈശോ, ഒരു വശത്ത് പാപികൾ, മറുവശത്ത് ചുങ്കക്കാർ. അപ്പോൾ പണ്ടൊക്കെ നമ്മളിത് കണ്ടിട്ട് ഈ ചുങ്കക്കാരല്ല, ഫരിസേയർ പണ്ടൊക്കെ ഈ ഫരിസേയരോട് നമുക്കങ്ങ് ദേഷ്യം തോന്നാണ്. ഇവന്മാർക്ക് വേറെ പണിയില്ല, അവരെവിടെ യേശുവും പാപികളുണ്ടോ അവിടെയൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കാൻ നോക്കണം. അങ്ങനെ നമുക്കെപ്പോഴും അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവമായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് മനസ്സിലായി, ഈ ട്രയാങ്കുലർ സിറ്റുവേഷൻ, കൈവീശി കാണിച്ച് ഇതിവിടല്ലേ, ഈ ട്രയാങ്കുലർ സിറ്റുവേഷൻ നമ്മുടെ അകത്തു തന്നെ ഉണ്ട് ഇപ്പോൾ. പ്രൈസ് ദ ലോർഡ്. എന്താണ് നമ്മുടെ അകത്തുള്ളത്? നമ്മുടെ അകത്ത് ഈശോ ഉണ്ടോ? ഈശോ ഉണ്ട്. നമ്മുടെ അകത്തൊരു പാപിയുണ്ടോ? പാപിയുണ്ട്. എന്നാൽ പിന്നെ ആരുണ്ട് നമ്മുടെ അകത്ത്? ഒരു വലിയ ഫരിസേയനുണ്ട്. എന്നിട്ട് ഈ നമ്മുടെ അകത്തുള്ള ഫരിസേയനാണ് നമ്മളുടെ അകത്തുള്ള യേശു അനുഭവത്തെ അനുഭവിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നത്. നമ്മുടെ അകത്ത് യേശു ഉണ്ട്. ഈശോ തന്നെ പറഞ്ഞു, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്. പണ്ടൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് പാപിയെക്കുറിച്ചാണ്. കണ്ടോ, പാപി യേശുവിൻ്റെ എതിരാന്നാണ്. പക്ഷെ അല്ല, പാപി യേശുവിൻ്റെ കൂടെയാണ്. യേശു വന്നിരിക്കുന്നത് പാപിയെ സ്നേഹിക്കാനും രക്ഷിക്കാനുമാണ്. പാപിയും യേശുവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ എങ്ങും കാണുന്നില്ല. പക്ഷെ ആരുമായിട്ടാണ് കോൺഫ്ലിക്റ്റ്? ഫരിസേയനുമായിട്ട്. എൻ്റെ ദൈവമേ, ഇതെന്തോ ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ ഫരിസേയരുടെ പല തത്വങ്ങളുണ്ട്. പ്രധാനമായിട്ട് അവരുടെ തത്വം സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് 10 കൽപ്പനകളെ മാത്രം മുറുക്കി പിടിച്ച് ജീവിച്ചാൽ അവർ വിശുദ്ധരാകും എന്നുള്ള ഒരു തത്വം. കൈവീശി കാണിച്ചേ. ഈ 10 കൽപ്പനകളെ മുറുക്കെ പിടിച്ചാൽ വിശുദ്ധരാകുമോ? എന്തുകൊണ്ടാവില്ല? വിശുദ്ധരാകണമെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ആരിലൂടെയാണ്? കർത്താവ് യേശു മിശിഹായുടെ ബലിയിലൂടെ വന്നിരിക്കുന്ന കൃപാവരത്തിലൂടെയാണ് വിശുദ്ധി ഉണ്ടാകുന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ പറയുന്നതിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ. നമ്മൾ ഒരുപാട് പേര് ഇപ്പോഴും ഈ 10 കൽപ്പനകളെ അക്ഷരം പ്രതി പാലിച്ചാൽ വിശുദ്ധരാകും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് കുമ്പസാരിക്കേണ്ട ഒരു പാപമാണ്. എന്തുകൊണ്ട്? അതിൻ്റെ അർത്ഥം നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നല്ലേ? അതിൻ്റെ അർത്ഥം ഞാനൊരു യഹൂദനാണെന്നല്ലേ?
എന്തിനും പറയുന്നു, ഇതെനിക്ക് അറിഞ്ഞ ഉടനെ ഇന്നേ വരെ എനിക്കില്ലാത്ത കുമ്പസാരിക്കാനായിട്ട് ഒരു വലിയ ദാഹം, ഒരു അർജൻസി, ഒരു അർജൻറ്റായിട്ട് ഞാൻ കുമ്പസാരിക്കാൻ പോയി. സത്യം പറയുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ അത് കുമ്പസാരിച്ചിട്ട് അച്ഛനൊന്നും മനസ്സിലായില്ല. പക്ഷെ അച്ഛൻ എന്നെ അനുഗ്രഹിച്ചു. പക്ഷെ എനിക്കൊരു തൃപ്തി വന്നില്ല. കാരണം അച്ഛൻ അതിനെക്കുറിച്ച് ശരിക്കും അങ്ങ് മനസ്സിലായില്ല, ഈ എൻ്റെ ഫരിസേയ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ട്. ഞാൻ വിശ്വസിക്കുന്നു അന്ന് കുമ്പസാരത്തിലൊക്കെ ക്ഷമിച്ചു. എങ്കിലും എനിക്കിത് വേറെ ഒരു അച്ഛനോടൊന്ന് പറയണം, അതിൻ്റെ വിശദമായിട്ടൊന്ന് പറഞ്ഞാലേ എനിക്കൊരു സമാധാനമുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം എൻ്റെ വളരെ സുഹൃത്തായ ഒരച്ഛൻ്റെ അടുത്ത് പോയി. അപ്പോൾ നമുക്ക് കുറേയും കൂടി വിശദമായിട്ട് പറയാനും സംസാരിക്കാനും. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് വിശദമായി ഒന്ന് കുമ്പസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്ത് പറ്റിയത്, അല്ല അതിപ്പോൾ മനസ്സിലാകും. അപ്പോൾ അദ്ദേഹം ഒരു പണ്ഡിതനാണ്, ഡോക്ടറേറ്റ് ആൾ, ബൈബിളിൽ ദൈവശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുമാണ്, എൻ്റെ നല്ല അടുത്ത സുഹൃത്താണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തുടർന്ന് സംസാരിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു ഇതാണ്, ഞാനിപ്പോഴും ക്രിസ്ത്യാനിയായിട്ടില്ല. അച്ഛനൊരു ഷോക്കടിച്ച്. ഞാനെന്നാ ക്രിസ്ത്യാനിയാണ് മാമോദീസായിലൂടെ, ശൈലലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ. പക്ഷേ എൻ്റെ അകത്തുള്ള തത്വങ്ങൾ മുഴുവനും ഒരു ഫരിസേയ മനോഭാവമാണ്. വാസ്തവത്തിൽ ഞാനിപ്പോഴും ഒരു ഫരിസേയനാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യം എന്നിലുണ്ടായിട്ടും ഞാൻ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം പൂർണ്ണമായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഫരിസേയൻ മനോഭാവത്തിൻ്റെ പ്രധാന ഒന്ന്, ഞാൻ കൽപ്പനകളെ മാത്രം അനുസരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ കർത്താവ് ഈശോ മിശിഹ അതിലുള്ള കൃപയെ ഞാൻ അപ്പോൾ ആശ്രയിക്കുന്നില്ല. അച്ഛൻ എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞു, ഫരിസേയ മനോഭാവത്തിൻ്റെ ഒന്ന്, എനിക്ക് ഫരിസേയർ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റുന്നില്ല. ആരോടും അവർക്ക് കരുണ കാണിക്കാൻ പറ്റില്ല. അവരെല്ലാവരുടെയും തിന്മ കണ്ടുപിടിക്കാൻ വ്യഗ്രത കൂട്ടുന്നു. ഞാനും ഈ ധ്യാനത്തിൽ മുഴുവൻ എന്താ പറയുന്നത്, നിങ്ങൾ ചെയ്യണത് ശരിയല്ല, നിങ്ങളത് ചെയ്യണത് ശരിയല്ല, നിങ്ങളിത് ചെയ്യണത് ശരിയല്ല. എന്നോട് അത് പറയാനല്ല ധ്യാനിപ്പിക്കാൻ പറഞ്ഞേക്കണത്. എന്നോട് ധ്യാനിപ്പിക്കാൻ പറഞ്ഞേക്കണത് സുവിശേഷം പ്രഘോഷിക്കാനാണ് പറഞ്ഞേക്കണത്. ആരുടെയും കുറ്റം കണ്ടുപിടിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ വന്നിരിക്കുന്നത് കണ്ടിട്ടും അവൻ കാണുന്നില്ല. അതേസമയത്ത് ഞാൻ എല്ലാവരുടെയും കുറ്റം കണ്ടുപിടിക്കാൻ വ്യഗ്രത കാണിക്കുന്നു. എന്നിട്ട് പുറത്താണെങ്കിൽ പലരുടെയും കുറ്റം കണ്ടുപിടിച്ചിട്ട് അതോടനെ 4 ആളോട് ഫോൺ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോഴേ എനിക്കൊരു സമാധാനമുള്ളൂ. അവനതോടനെ ലോകം മുഴുവനും പബ്ലിഷ്. ഇത് ഗുഡ് ന്യൂസ് ആണോ? ഇത് കേട്ടപ്പോൾ അച്ഛൻ ഒന്നിങ്ങനെ നെടുവീർപ്പെട്ടു. ഞാൻ പറഞ്ഞു, എന്താ എടാ, നീ വലിയൊരു കണ്ടുപിടുത്തമാണല്ലോ നടത്തിയേക്കണേ. എന്നിട്ട് പറയാണ്, ഞങ്ങളെ സുഹൃത്തായൻ്റെ പേരിൽ പറഞ്ഞാണ് കേട്ടോ, ഇക്കണക്കിനിപ്പോൾ ഞാനും ഒന്ന് കുമ്പസാരിക്കണമല്ലോ. അച്ഛൻ പറയാം. മൂന്നാമത്തെ കാര്യം, അപ്പോൾ ഈ കരുണയുടെ പോയിൻ്റ് വളരെ പ്രധാനമാണ്. ഫരിസേയർക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരുടെയും തെറ്റ് കണ്ടുപിടിക്കാൻ അവർ വ്യഗ്രത കൂട്ടുന്നു. കണ്ടുപിടിക്കുക മാത്രമല്ല, അവർ മറ്റുള്ളവരെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇപ്പം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, നമ്മൾ പ്രത്യേകിച്ച് ഒരു സുവിശേഷ പ്രഘോഷകരെയോ ഒരു ശുശ്രൂഷയെയോ വിമർശിക്കരുത്, അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. കാരണം അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ഈ പോയിന്റിൽ നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ എന്താ കുമ്പസാരിക്കേണ്ട മേഖല?
വലിയൊരു ലിസ്റ്റ് അപ്പോൾ പുറത്ത് വരും. പിന്നെ ഞാൻ പറഞ്ഞത്, ഫരിസേയര് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അവരവരുടെ പ്രവർത്തനത്തെയാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളിലുള്ള ഫരിസേയ മനോഭാവത്തെ ഉരിഞ്ഞു മാറ്റുക എന്നതാണ് പുതിയ സൃഷ്ടിയാവുക എന്നതിൻ്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്. പണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നിലുള്ള പാപാവസ്ഥയെ, ഈ ഫരിസേയ മനോഭാവം മാറുമ്പോൾ താനേ നമ്മളിൽ പാപാവസ്ഥ മാറും. കാരണം അപ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മളിൽ ശക്തമായി പ്രവർത്തിക്കാൻ പറ്റും. നമുക്കൊന്ന് സ്വതന്ത്രമായി സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വീണ്ടും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കുമ്പസാരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപം നൽകണമേ, പാപബോധം നൽകണമേ. മറ്റൊന്ന് ഈശോ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ശത്രുക്കളെ ദ്വേഷിക്കുക. എന്നാൽ ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. എന്നിട്ട് പറയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? എന്നിട്ട് എന്താ പറയണേ? വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ള വേറൊരു കാര്യം പറയാം. പക്ഷെ അത് ഈശോ പറഞ്ഞില്ല. ഈശോ അങ്ങനെ പറഞ്ഞില്ല. ഈശോ വളരെ മാന്യനായതുകൊണ്ട് അങ്ങനെ പറയാഞ്ഞത്. എന്നാൽ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ, പ്രത്യേകിച്ച് കോൺവെൻറ്റിലെല്ലാം, ഈ കോൺവെൻറ്റിലില്ല കേട്ടോ, പട്ടീനെ വളർത്താറുണ്ട് ഇല്ലേ? പട്ടീനെ വളർത്തുമ്പോൾ ബോർഡ് എഴുതി വയ്ക്കും, നായ ഉണ്ട്, പട്ടിയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. എന്തിനാണ് ഈ പട്ടീനെ വളർത്തണേ? ശത്രുക്കളോടുള്ള സ്നേഹം കൊണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് പട്ടീനെ വളർത്തണേ? പട്ടിക്ക് കഞ്ഞി കൊടുക്കുന്ന ആളെ പട്ടി ഒരിക്കലും കടിക്കില്ല. എന്ന് പറഞ്ഞാൽ പട്ടിക്ക് ഭയങ്കര സ്നേഹമാണ്. യജമാനൻ നമ്മൾ കഞ്ഞി കൊടുക്കണം, പട്ടിക്ക് ഇത്ര കിട്ടിയാൽ എനിക്ക് കഞ്ഞിയും ഭക്ഷണവും കിട്ടണം. ആ ആളെ പട്ടിക്ക് നന്നായിട്ട് അറിയാം. ആ ആൾ വരുമ്പോഴേക്കും, ആ വീട്ടുകാർ വരുമ്പോഴേക്കും വാലാട്ടി മുടിയാട്ടി ഓടി ഭയങ്കര ആക്കി വരും. ഈ പട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് മാറണം കാണാം. ആര് വരാണെങ്കിൽ, ഒരു പുറത്തെ ഒരാൾ വരുമ്പോഴേക്കും ഉടനെ മാറിക്കുണ്ടോ. എന്താ? പട്ടിക്ക് തന്നെ സ്നേഹിക്കാത്ത ഒരാളെ സ്നേഹിക്കാനുള്ള പ്രോഗ്രാം ആത്മാവിലില്ല, അല്ലെങ്കിൽ അകത്തില്ല. പട്ടിക്ക് തന്നെ സ്നേഹിക്കാത്ത ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല. അതിനെ ഒരു ആനുകൂല്യമായിട്ട് കണ്ടിട്ടാണ് നമ്മൾ പട്ടീനെ വളർത്തുന്നത്. അതായത് പട്ടീനെ വളർത്തുകയാണെങ്കിൽ പട്ടീനെ സ്നേഹിക്കാത്ത ഈ വീട്ടുകാരല്ലാത്ത ആര് വന്നാലും പട്ടി ഉടനെ കടിക്കും അല്ലെങ്കിൽ കുരയ്ക്കും. ഇനി ഈശോ പറഞ്ഞ വചനം ഈ മേഖലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഇനി പറയണ്ട അല്ലേ, ഇനി പറയണ്ട. പക്ഷേ ഇതെന്നെ വളരെയധികം സ്പർശിച്ചു. നമ്മൾ ആരെ സ്നേഹിക്കണേ പറയും? നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കുക. ക്രിസ്മസ് ആണ് കേട്ടോ, ആ വീട്ടിൽ ഇത്തിരി പലഹാരം കൊടുക്കണം. കാരണം അവർ ദീപാവലിക്ക് പലഹാരം തന്നതാണ്, ഇവിടെ കൊടുക്കണം. അവർ ഓണത്തിന് പലഹാരം തന്ന, അതുകൊണ്ട് ഇവിടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ മക്കൾ പറയും, മക്കളെ ദേ ഒരു പുതിയ വീട്ടുകാരിവിടെ വന്നിട്ടുണ്ട്, അത് ഇനിയിപ്പോൾ വിട്ട് കളഞ്ഞിപ്പോൾ അവരുമായിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ബന്ധമൊന്നും ഉണ്ടാക്കണ്ട നമുക്ക്. ഇപ്പോൾ നമ്മളെന്താ ചെയ്യണേ? നമ്മളെ സ്നേഹിക്കണവരെ നമ്മൾ സ്നേഹിക്കണം. ഇന്നവരുടെ കല്യാണത്തിന് പോകണോട്ടോ, അവർ നമ്മുടെ കൊച്ചിൻ്റെ കല്യാണത്തിന് വന്നൊരു വളയും ഇതൊക്കെ തന്നതാണ്, അതുകൊണ്ട് കൃത്യം അതുപോലൊരു വള അവർക്ക് കൊടുക്കണം. നമ്മൾ ഒരു സർക്കിളിൽ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സർക്കിളിൽ. എന്താ സർക്കിൾ? നമ്മളെ സ്നേഹിക്കണ കുറച്ച് ആളുകൾ. നമ്മളൊരു കല്യാണത്തിന് പോയാലും നമ്മളിരുന്ന് വർത്താനം പറയണ ആരോടാ?
നമ്മുടെ കൂടെ വന്ന ആൾക്കാരുമായിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ഈ ട്രൈബിളിൽ ഇരിക്കാട്ടോ, നമുക്ക് അപ്പോൾ ഒരുമിച്ച് വർത്താനം പറയാം. അത് വിട്ടിട്ട് ഇത്രയും വലിയ കല്യാണത്തിന് ഇത്രയും ആൾക്കാരുണ്ടായിട്ട് നമ്മൾ അപ്പുറത്തുകാരോട് പോയിട്ട് ഒന്ന് സംസാരിക്കുകയോ അവരുമായിട്ടൊന്ന് പരിചയപ്പെടുകയോ അവരെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കുകയോ ഒന്നും നമുക്ക് തോന്നാറില്ല. ഇത് ബന്ധുക്കളുടെ കൂട്ടി തന്നെ, പിന്നെയാണോ മറ്റ് ശത്രുക്കൾ. അപ്പോൾ ബൈബിളിലെ അടിസ്ഥാനപരമായൊരു കാര്യമാണ്, ദൈവരാജ്യം പടരണമെങ്കിൽ സ്നേഹിക്കുന്നവർ തമ്മിൽ സ്നേഹിച്ചാൽ ദൈവരാജ്യം പടരില്ല. അതിങ്ങനെ ഒരു സർക്കിളിൽ തന്നെ കറങ്ങാണ്. ഞാനിത് അച്ഛന്മാരുടെ ധ്യാനത്തിൽ ഒരിക്കൽ പറഞ്ഞേ, അപ്പോൾ അത് പറഞ്ഞത് അച്ഛന്മാരുടെ ധ്യാനവും സിസ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞു ഒരു മഠം തുടങ്ങുകയാണെങ്കിൽ ഉടനെ ഒരു സ്ഥലം മേടിക്കും. സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു വലിയ മതിൽ കെട്ടും. പേടിച്ചുകൊണ്ടാണ് മതിൽ കെട്ടണത്, പേടിയുള്ളതുകൊണ്ടാണ്. വല്ല ആൾക്കാരൊക്കെ വന്ന് ഇവിടുത്തെ വല്ല കോഞ്ഞാട്ടി അതൊക്കെ പെറുക്കിക്കൊണ്ട് പോയാലോ. ഈ മതിൽ കെട്ടുന്നതോടുകൂടി തന്നെ അയൽവക്കക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും അവരാഗ്രഹിക്കണില്ല എന്ന് മനസ്സിലായോ ഇല്ലയോ? എനിവേ, ഈ ദൈവരാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനിത് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന അച്ഛന്മാർ കന്യാസികൾ എന്തിനും മതിൽ കെട്ടണം? അങ്ങനെ മതിലുകളില്ലാത്ത സ്നേഹം, മതിലുകളില്ലാത്ത ഒരു ആത്മീയത ഉണ്ടാകും. അതാണ് ദൈവരാജ്യത്തിൻ്റെ അവസാന വരും അത് വരും. അപ്പോൾ ഇത് കേട്ടിട്ട് ഒരു കൊച്ചച്ഛൻ പിറ്റേ വർഷം ധ്യാനത്തിൽ ആ അച്ഛൻ വന്നപ്പോൾ പറയാണ്, തോമസ് പോൾ ഇത് പറഞ്ഞപ്പോൾ എന്നെ സ്പർശിച്ചു, എന്നെ മിഷനിൽ അയച്ചു. ഞാൻ മഹാരാഷ്ട്രയിൽ അലിബാഗിൽ ഇന്ന മിഷനിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് പറഞ്ഞ് ഇങ്ങനെ സ്ഥലമൊക്കെ കണ്ടുപിടിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് മേടിച്ചു. ഞാനതിന് മതിൽ കെട്ടാത്തൊരു സ്ഥലം മേടിച്ചു. മതിൽ കെട്ടില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോൾ എല്ലാവരും നമ്മുടെ കോമ്പൗണ്ടിൽ ടെന്നീസ് കളിക്കാനും ബാഡ്മിൻ്റൺ കളിക്കാനും മറ്റേ ഷട്ടിൽ കളിക്കാനും ആ നാട്ടിലെ പിള്ളേരെല്ലാവരും അവിടെ വന്ന് അവർക്ക് കളിക്കാൻ സ്ഥലമായി. അവർ വന്ന് കളി തുടങ്ങി. ഇടയ്ക്ക് അവർ വന്ന് എൻ്റെ ഫ്രിഡ്ജിലുള്ള സാധനമൊക്കെ എടുത്ത് കുടിക്കും. ഒരു സാധനവും ഫ്രിഡ്ജിലിരിക്കില്ല. പക്ഷേ എനിക്ക് തോന്നി ഈ പിള്ളേരെല്ലാം ഞാനുമായിട്ട് അങ്ങൊരു സ്നേഹമായി. ഞാൻ അവരുടെ കൂടെ കളിക്കുകയും ചെയ്യും, അവരുടെ കൂടെ മിഠായി മേടിക്കും, അവരുടെ കൂടെ കാപ്പി കുടിക്കും. അങ്ങനെ ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറി. പ്രൈസ് ദ ലോർഡ്. ഇത് കണ്ടിട്ട് അവിടുത്തെ ക്രിസ്തു വിരോധികളായിട്ടുള്ള ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടടാ, ഈ അച്ഛൻ്റെ നമ്മുടെ പിള്ളേരെ എല്ലാം കൈക്കലാക്കിയല്ലോ. അതുകൊണ്ട് അവർ ഒന്നടങ്കം പറഞ്ഞു, അച്ഛൻ ഇവിടുന്ന് പോകണം, അച്ഛൻ ഇവിടെ മിഷൻ പ്രവർത്തനത്തിന് വരാൻ, അച്ഛൻ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഈ യുവാക്കളെല്ലാവരും കൂടി അച്ഛൻ്റെ കൂടെ നിന്ന്, ഇത് ഞങ്ങളുടെ അച്ഛനാണ്, അവർ സമ്മതിച്ചില്ല, ഇത് ഞങ്ങളുടെ അച്ഛനാണ്, ഈ അച്ഛനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ അക്രൈസ്തവരായ യുവാക്കൾ അച്ഛന് വേണ്ടി വാദിച്ച് അവരുടെ കാർന്നവന്മാരോട് പറഞ്ഞു, അച്ഛനെ തൊട്ട് കളിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ അവരുടെ ആ കൂട്ടത്തിൽ ഒരു ഗണേശൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, അവന് ഭയങ്കരമായി ജ്വരം, പനി വന്നു, ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവൻ്റെ അമ്മ വന്നിട്ട് പറയാണ്, അച്ഛൻ ഒന്ന് വന്ന് ആ യേശുവിൻ്റെ നാമം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവൻ സുഖമാകും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അച്ഛനിങ്ങനെ രോഗശാന്തി പ്രാർത്ഥിച്ച് പരിചയമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അക്രൈസ്തവ സ്ത്രീ വന്നിട്ട് അച്ഛനോട് പറയാണ്, അച്ഛൻ പോയിട്ട് യേശുവിൻ്റെ നാമം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ മകൻ സുഖമാകുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനങ്ങ് പോയി. അച്ഛനങ്ങ് ചെന്നു. അച്ഛൻ ഇങ്ങനെ ഇന്നേ വരെ അങ്ങനെ ഒന്നും ചെയ്തൊരു പരിചയമില്ല. അച്ഛൻ പറയാണ്, ഞാൻ ഈ സ്ത്രീ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പോയി, ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച ഉടനെ അവൻ്റെ പനി മാറി. അന്ന് വൈകുന്നേരത്തെ അവൻ ആശുപത്രിയിൽ നിന്ന് പേര് വെട്ടി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കഥ കഴിഞ്ഞില്ല. ഇവൻ പിറ്റേ ദിവസം സ്കൂളിലെത്തിയിരിക്കണം. എല്ലാവരും അത്ഭുതപ്പെട്ടത്, ഇന്നലെ ആശുപത്രിയിൽ ഹൈ ഫീവറായിട്ട് കിടന്ന ആളെ എങ്ങനെ ഇവിടെ വന്നു? അതേ, ഈ